നമ്മൾ നേരത്തെ ക്ലാസ്സിൽ തുവാല തയ്ക്കുന്ന എങ്ങനെയാണെന്ന് പഠിച്ചു. ഇത് നമുക്ക് പുതിയൊരു മാസ്ക് ഉണ്ടാക്കാൻ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായ മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. 10 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയുമുള്ള കുറച്ച് കട്ടിയുള്ള, തീരെ കട്ടി കുറഞ്ഞ വേണ്ട, കുറച്ച് കനമുള്ള ഒരു തുണിയെടുത്ത് 10 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയിലും കട്ട് ചെയ്തെടുക്കണം. തീരെ കനം കുറഞ്ഞ തുണിയാണെങ്കിൽ ഇതേപോലെ തന്നെ 2 പാളിയെടുത്ത് നമുക്ക് തയ്ക്കാവുന്നതാണ്. നമ്മൾ തുവാല തയ്ക്കുന്ന പോലെ തന്നെ 4 വശവും മടക്കി തയ്ക്കാം. നമുക്കിത് 4 സൈഡും ഒരുപോലെ തയ്ച്ചെടുക്കാം. നമ്മൾ ആ തുണി എടുത്ത് നീളത്തിൽ നേരെ നടുക്കായിട്ട് മടക്കി വയ്ക്കണം. മടക്കുവശത്തിൻ്റെ പാട് കാണാൻ വേണ്ടിയാണ് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത്. തിരിച്ചൊന്നും കൂടെ നമ്മൾ മടക്കണം. ഇപ്പോൾ 3 മടക്ക് വീഴും. അതിൽ നിന്ന് ഒരു പാളി എടുത്ത് നമ്മൾ തിരിച്ച് മടക്കുന്നു. മടക്ക് വശം കാണാം. അതിൽ മുകളിലത്തെയും താഴത്തെയും മടക്കുകളെ നമ്മൾ നടുക്കത്തെ മടക്കിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. എന്നിട്ട് ആ മടക്ക് ഭാഗം മാത്രം ഒന്ന് കൂട്ടി തയ്ച്ച് വെക്കുക. ആ മടക്കിയ ഭാഗം നമ്മളൊന്നുകൂടെ അത് ജോയിൻ ചെയ്ത് കൊടുക്കണം. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ഇലാസ്റ്റിക് 4 ഇഞ്ച് വീതിയോ അതിലും കുറവുള്ളതായാലും മതി, ഒരു 6 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് എടുത്ത് അതിൻ്റെ അകവശത്ത് നമ്മൾ വെച്ച് കൊടുത്ത് ഒരു മടക്ക തുണി വെച്ച് മടക്കി 2 3 സ്റ്റിച്ചിട്ട് ഉറപ്പിക്കണം. എന്നിട്ട് ആ ഇലാസ്റ്റിക് ചുളുങ്ങാതെ മടങ്ങാതെ നമ്മൾ താഴെയായിട്ട് ഫുള്ള് ആ തയ്യൽ ആ സൈഡിൽ കൂടെ അടിച്ച് ഇതിലേക്ക് വരുമ്പോൾ ബാക്ക് സ്റ്റിച്ചിട്ട് ഉറപ്പിച്ച് വെക്കണം. അതുപോലെ മറ്റേ വശത്തും ഇലാസ്റ്റിക് തയ്ച്ച് പിടിപ്പിക്കണം. ഇലാസ്റ്റിക് മടക്കാതെ ഇവിടെ വെച്ച് തുണിയൊന്ന് മടക്കി കൊടുത്ത് തയ്ക്കണം.
ഇങ്ങനെ വിടർന്നിരിക്കും, മുഖത്തേക്ക് ഇത് വിടർന്നിരിക്കും. ഇത് നമുക്ക് റീയൂസ് ചെയ്യാവുന്നതാണ്, കഴുകി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.